ഇറാന്റെ കയ്യിൽ ആണവ ബോംബുണ്ടോ? ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ആർക്കുമില്ല. അതീവ നിഗൂഢമാണ് ഇറാന്റെ ആണവ രഹസ്യങ്ങൾ. പലതവണ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ആസൂത്രണം ചെയ്തിരുന്നു ഇസ്രായേൽ. ഏറ്റവും ഒടുവിൽ പിന്തിരിപ്പിച്ചത് അമേരിക്കയാണ്. കാരണം മറ്റൊന്നുമല്ല, പ്രത്യാഘാതം എന്തെന്നറിയാത്ത യുദ്ധത്തിന് പുറപ്പെടും മുമ്പ് നയതന്ത്രത്തിന്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തണം. ആണവ വിഷയങ്ങളിൽ ഇറാൻ US രണ്ടാം റൗണ്ട് ചർച്ചയുടെ ഭാവി ഉറ്റുനോക്കുകയാണ് ലോകം. ഒക്ടോബർ 5, 2024 പ്രാദേശിക സമയം രാത്രി 10:45 മധ്യ ഇറാനിൽ അസാധാരണമായൊരു ഭൂചലനം ഉണ്ടായി. ഭൂകമ്പമാപിനിയിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം സെംനാൻ പ്രവിശ്യയിലെ അർദാനായിരുന്നു. ഭൂമികുലുക്കത്തിന്റെ വ്യാപ്തി പ്രഭവ കേന്ദ്രത്തിൽ നിന്നും 110 കിലോമീറ്റർ അകലെയുള്ള ടെഹ്റാനോളമെത്തി. ഇത് സ്വാഭാവികമായി സംഭവിച്ചതല്ലെന്ന സംശയം ശക്തമായി ഉയർന്നു. ഇറാൻ ആദ്യമായി ആണവ ബോംബ് പരീക്ഷണം നടത്തി എന്ന രീതിയിലാണ് പിന്നീട് റിപ്പോർട്ടുകൾ പ്രചരിച്ചത്. അതങ്ങനെയാണ്. ഇറാന്റെ ആയുധപ്പുരയിൽ എന്തുണ്ടെന്ന് ലോകത്തിന് നിശ്ചയമില്ല. അടിമുടി നിഗൂഢമാണ് ഇറാന്റെ ആണവ രഹസ്യങ്ങൾ. ഇറാൻ ആണവായുധങ്ങൾക്കായി നടത്തുന്ന നീക്കങ്ങൾ ഉപേക്ഷിക്കണമെന്ന് US നിരന്തരം ആവശ്യപ്പെടുന്നതിനും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ ആവർത്തിച്ച് USന്റെ അനുമതി തേടുന്നതിനും കാരണം മറ്റൊന്നുമല്ല. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നതെന്തിന്? ഇറാനിൽ ഏകദേശം 605 പൗണ്ട് യുറേനിയം 60% വരെ സമ്പുഷ്ടമാക്കിയിട്ടുണ്ടെന്ന് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നു. ലളിതമായി പറഞ്ഞാൽ 13 മുതൽ 16 കിലോ ടൺ യുറേനിയം മാത്രമാണ് ഹിരോഷിമ തകർക്കാൻ വേണ്ടി വന്നത്. ഒരുപക്ഷെ ഇറാന്റെ ഭൂഗർഭാറകളിൽ അതിനപ്പുറം പ്രഹരശേഷിയുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടാകാം. പർവ്വതങ്ങൾക്കുള്ളിലും ഭൂമിക്കടിയിലുമുള്ള ആണവ കേന്ദ്രങ്ങളിൽ എന്തൊക്കെ സജ്ജമെന്നതിനെക്കുറിച്ച് അഭ്യൂഹങ്ങൾ മാത്രമാണ് അന്തരീക്ഷത്തിൽ. ഇറാൻ തന്നെ പുറത്തുവിട്ട ചില ദൃശ്യങ്ങൾ അഭ്യൂഹങ്ങൾക്കും ഭയത്തിനും ഇന്ധനമായി. ഇറാൻ സ്വന്തം ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിന് അടുത്തെത്തിയെന്നാണ് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി തലവൻ റഫേൽ മരിയാനോ ഗ്രോസി പറഞ്ഞത്. ആണവായുധം നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇറാൻ പൂർത്തീകരിച്ചു. യുറേനിയം സമ്പുഷ്ടീകരണം സമാധാനപരമായി ഉപയോഗപ്പെടുത്താൻ ആഗോള സമൂഹം സമ്മർദ്ദം ചെലുത്തണമെന്നും പറഞ്ഞുവെച്ചു അദ്ദേഹം. ഗ്രോസി ഇറാനിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് പ്രതികരണമെന്നതും ശ്രദ്ധേയം. ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിൽ വാക്പോരിനൊടുവിൽ നയതന്ത്ര ചർച്ചകൾക്ക് വഴിയൊരുങ്ങിയത് ഇങ്ങനെയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇറാൻ കടുത്ത സമ്മർദ്ദത്തിലാണ്. ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അച്ചുതണ്ടിന് പഴയ ശക്തി പോരാ. സിറിയയിൽ സാഹചര്യങ്ങൾ മാറിമറിഞ്ഞു. ഹെസ്ബുല്ലയ്ക്കും പ്രഹരശേഷി കുറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി മറുവശത്ത്. അങ്ങനെ പ്രതികൂല ഘടകങ്ങളിലൂടെ കടന്നുപോകുന്നതിനാൽ ഇറാൻ നയതന്ത്ര ചർച്ചയ്ക്ക് ഒരു മേശയ്ക്ക് ചുറ്റുമെത്തി. അമേരിക്കയുമായുള്ള ആദ്യ റൗണ്ട് ചർച്ചകൾക്ക് പിന്നാലെ ഇറാൻ റഷ്യയുമായും ആശയവിനിമയത്തിലാണ്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി വ്ളാഡിമിർ പുടിന് ഒരു കത്തയച്ചു. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ റഷ്യൻ സന്ദർശനവും ഉദ്വേഗങ്ങൾ ഉളവാക്കുന്നു. US ഇറാൻ ആണവ ചർച്ചയിൽ ഏതു റോളും കൈകാര്യം ചെയ്യാൻ തയ്യാറെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റഷ്യയുടെ പ്രതികരണം. ആയുധ നിലവാരത്തിലേക്ക് സമ്പുഷ്ടമാക്കിയ യുറേനിയം ശേഖരം ഉപയോഗിച്ച് ആണവായുധം നിർമ്മിക്കില്ലെന്ന ഉറപ്പ് തന്നെയാണ് പ്രധാന ചർച്ച. 2018 അമേരിക്ക ഏകപക്ഷീയമായി കരാറിൽ നിന്ന് പിൻവലിഞ്ഞ പോലെ ഇനിയുണ്ടാകില്ലെന്ന ഉറപ്പ് ഇറാനും ആവശ്യപ്പെടും. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. ആണവ കേന്ദ്രങ്ങളിലെ പരിശോധനയിൽ നിന്ന് ഏജൻസി കേന്ദ്രങ്ങളെ വിലക്കിയിരുന്നു ഇറാൻ. ഇതിലെല്ലാം ചർച്ചകളിൽ ഉരുത്തിരിയുന്ന പരിഹാരം എന്താകും? മസ്കറ്റിലെ 1ാം റൗണ്ട് ചർച്ചകൾക്ക് പിന്നാലെ റോമിലെ 2ാം റൗണ്ട് ചർച്ചകളുടെ ഫലം ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പതിറ്റാണ്ടുകളുടെ ശത്രുത കണക്കിലെടുക്കുമ്പോൾ
ഇപ്പോഴത്തെ ചർച്ചകളെ ചരിത്ര നിമിഷമെന്ന് തന്നെ വിശേഷിപ്പിക്കണം. ആശങ്കകൾ അവസാനിപ്പിച്ച് വിശ്വാസം ഉറപ്പിക്കാൻ കഴിയുന്ന സുദൃഢമായ കരാർ ഉണ്ടാക്കാൻ ഇറാൻ US ചർച്ചകളിൽ കഴിയട്ടെ.